ഇന്നത്തെ പണിയെ നമ്മൾ റെയിൻ ഷെൽട്ടർ ക്ലീൻ ചെയ്യില്ല കേട്ടോ. റെയിൻ ഷെൽട്ടർ ക്ലീൻ ചെയ്യുന്ന അടിഭാഗമല്ല, അതിന്റെ UV ഷീറ്റും അതിന്റെ സൈഡിലുള്ള ഷെയ്ഡ് നെറ്റ് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഇതിന് ഞാൻ രാവിലെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ കുറച്ച് നമ്മൾ ക്ലീൻ ചെയ്ത്, അപ്പൊ ഇതെങ്ങനെ ഉണ്ട് നമ്മൾ റെയിൻ ഷെൽട്ടറിന്റെ മോൾ ഭാഗം നോക്ക്. നമ്മൾ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞ ഫുള്ള് കറ പിടിച്ചിട്ടുണ്ട്. ഇതുപോലെ കേട്ടോ, വെളിച്ചം തട്ടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുപോലെ ഇതിന്റെ ഷെയ്ഡ് നെറ്റും. അപ്പൊ അതൊക്കെ ഒന്ന് പറ്റുന്ന പോലെ വൃത്തിയാക്കണം. രാവിലെ ഇറങ്ങി നമ്മളിതാ ഇത്രയും ഭാഗം വൃത്തിയാക്കി. എന്തൊരു വെളിച്ചം നോക്കിപ്പോ. ഇതാ 2 സെക്ഷൻ കഴിഞ്ഞു. ഇതാ മുകളിൽ ഇങ്ങനെ കമ്പി കാണാം. 2 ഭാഗം നോക്കി എത്ര വ്യത്യാസം ഉണ്ടെന്ന്. ഇവിടുന്ന് അങ്ങോട്ട് ഫുള്ള് കറ, ഇവിടെ നമ്മൾ കറ കളഞ്ഞ് വൃത്തിയായത്. പിന്നെ നമ്മൾ റെയിൻ ഷെൽട്ടർ ഏകദേശം 10 വർഷമായി. അത് നോക്കണം. ഇതിന്റെ ഒപ്പം കെട്ടിയ കുറെ ആൾ റെയിൻ ഷെൽട്ടർ ഒക്കെ പോയി. എല്ലാവരും 1-2 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും കാറ്റ് പിടിച്ചിട്ടൊക്കെ പോയി. പക്ഷെ നമ്മൾ ഇതിൽ കൃഷി ചെയ്ത് മുതലാക്കിയിട്ട് അപ്പൊ 10 വർഷമായി. അതിന്റെ ഇടയ്ക്ക് 1-2 തവണ മാത്രമേ നമ്മൾ മുകൾ ഭാഗം ക്ലീൻ ചെയ്തിട്ടുള്ളൂ. പിന്നെ നമ്മൾ സമയമൊന്നും കിട്ടിയില്ല, കറ പിടിച്ചിട്ട് നമ്മൾ റെഡി ആവില്ല എന്ന് വിചാരിച്ചു. പക്ഷെ ഇപ്പോഴേ നമ്മൾ ഇതിന്റെ എസ്റ്റിമേറ്റ് എടുത്തു ഇതൊന്ന് മാറ്റാനായിട്ട്. ഇതിന്റെ സൈഡിലെ നെറ്റും ഈ കാണുന്ന ഗ്രീൻ നെറ്റ് ഒക്കെ മാറ്റി പുതിയ ഗ്രീൻ നെറ്റും UV ഷീറ്റും മാറ്റാനായിട്ട് നമുക്ക് ഏകദേശം 31,000 രൂപയുടെ എസ്റ്റിമേറ്റ് ആണ് അവർ തന്നിട്ടുള്ളത്. പണി മൊത്തം പണി തീർക്കാനും. പിന്നെ ഇതിന്റെ കമ്പികൾ കണ്ടില്ലേ, ഈ കാണുന്ന കമ്പികൾക്കൊന്നും ഒരു കുഴപ്പമില്ല. വെൽഡിംഗ് ഒക്കെ ചില ഭാഗത്ത് കുറച്ച് വിട്ടതുണ്ട്, അതൊക്കെ അവർ ഒന്ന് സ്പോട്ട് ചെയ്ത് ഒന്ന് പ്രൈമറും കൂടെ അടിച്ച് ഇതിനൊരു കുഴപ്പമില്ല എന്ന് പറയും. ഇത് കൂടാതെ ആയിട്ട് നമുക്ക് 31,000 വന്നത്. പക്ഷെ അത് ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യാൻ പറഞ്ഞു, പക്ഷെ മഴ മാറി നിൽക്കണം, നല്ല വെയിൽ വേണം. നമ്മൾ ഈ UV ഷീറ്റ് കണ്ടില്ലേ മുകളിലുള്ള, അതിങ്ങനെ വലിക്കുന്ന സമയത്ത് നല്ല ടൈറ്റ് കിട്ടാൻ കുറച്ച് വെയിൽ വേണം. തണുപ്പുള്ള സമയത്ത് വലിച്ച് കെട്ടിക്കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോൾ പിന്നെ അത് ലൂസായി വരും. അപ്പൊ അതുകൊണ്ട് ഒന്ന് ആ സമയം വരെ റെഡിയാക്കാൻ പറ്റും. ഞങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്താൽ അതായത് ആ ഒരു എടുക്കുന്നവരെയൊക്കെ നമുക്ക് ഇതിനുള്ള പച്ചക്കറിക്കൊക്കെ ഒന്ന് വെളിച്ചം കിട്ടണമല്ലോ. അതിന് വേണ്ടി ഇതിന് ഞാനെടുത്തൊരു പ്ലാനാണ് നമുക്ക് ക്ലീൻ ചെയ്ത് നോക്കാൻ. പക്ഷെ സംഗതി സക്സസ് ആയിട്ട് നല്ല വെളിച്ചം കാര്യമൊക്കെ കിട്ടുന്നുണ്ട്. അപ്പൊ ഇനി എന്ത് ചെയ്യാം, ബാക്കിയുള്ളതും കൂടെ ചെയ്യണം. പക്ഷെ ഇന്ന് ഞങ്ങൾക്കൊരു പണി പറ്റിയ എന്താ അറിയോ, ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് മഴ വേണം. എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഈ UV ഷീറ്റിൽ ക്ലീൻ ചെയ്യുന്ന കാണിച്ചത്, എന്നാലും മഴ കൊണ്ടുള്ള പ്രയോജനം എന്താ മനസ്സിലാവുള്ളൂ. അപ്പൊ ഇന്നാണെങ്കിൽ നല്ല ഇടയ്ക്ക് വെയിൽ വരിക, ചെറിയൊരു ചാറ്റൽ മഴയുള്ളൂ. അപ്പൊ ഇവിടെയൊക്കെ ഞങ്ങൾ ഓസിലൂടെ ഇതിന്റെ മുകളിലോട്ട് വെള്ളം അടിച്ചിട്ട് ആക്കൊന്ന് കാണിച്ചു തരാം. അതെങ്ങനെ ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല ഞങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നതൊക്കെയാണ്. അപ്പൊ ആ ഒരു സമയത്ത് ഞങ്ങൾ കുറച്ച് മഴ പെയ്യോ നോക്കി നിന്നു കേട്ടോ. അപ്പം മഴ കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ പണി എളുപ്പമാവും. അപ്പൊ ഷെയ്ഡ് നെറ്റ് ഞങ്ങൾ മാറ്റാതെ, ഇത് മാറ്റണമെങ്കിൽ എന്താ വെച്ചാൽ ഇതൊക്കെ ഇവിടെ കാണാൻ ഒരു ക്ലിപ്പാണിത്. ഇവിടെ കാണുന്നുണ്ട്, ഇതാ ഇവിടെ ഡോറിൽ കാണാം. ഈ ഡോർ സെറ്റ് ചെയ്യേണ്ടതാ ഇവിടെ കാണാം, കണ്ടേ ക്ലിപ്പ്. ഇതിൽ വെച്ച് ഇങ്ങനെ ടൈറ്റ് ആക്കല. അപ്പൊ നമുക്ക് ഇതിന്റെ പുറത്ത് ഷെയ്ഡ് നെറ്റ് കെട്ടാണ്, ഈ ക്ലിപ്പ് ഊരൊക്കെ വേണം. അപ്പൊ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ മുകളിൽ നമ്മൾ തുന്നി പിടിപ്പിച്ചാലൊന്നും ഒരു വൃത്തി കിട്ടൂല. അപ്പൊ ഞങ്ങൾ ഇത് മാറ്റാതെ ഇതൊന്ന് വൃത്തിയാക്കാൻ എന്ത് ചെയ്യാ, പ്രഷർ വാഷ് വെച്ച് ഒന്ന് കഴിയാതെ ധരിച്ചു. അപ്പൊ ഇത്രയും ഭാഗം നിധി ഇതങ്ങോട്ട് കാണിച്ചു കൊടുക്ക്. എന്താ വെള്ളം ലോഡായിടാ. ഇതിനിടയ്ക്ക് ഞങ്ങളെ പ്രഷർ വാഷിൽ വെള്ളം എടുക്കുന്ന ടാങ്കിൽ വെള്ളം കഴിഞ്ഞു കേട്ടോ. അതിൽ നിറച്ചുകൊണ്ട് നിൽക്കുകയാണ്. കിട്ടിയില്ല, വർക്കേക്ക്. നല്ല മഴ വന്ന് നമ്മൾ പ്രഷർ വാഷറിലേക്ക് വെള്ളം എടുത്തത് ഇതിനകത്ത് ഈ ടാങ്കിന്. അപ്പൊ ഇതിങ്ങനെ പായൽ വന്നുകൊണ്ട് കരട് കിടന്നിട്ട് നമ്മളിതാ ഇനി ബോക്സിലേക്ക് വെള്ളമാക്കിയിട്ട് ഇങ്ങനെയായിട്ട് നമ്മൾ ഷെയ്ഡ് നെറ്റ് ക്ലീൻ ചെയ്യുന്നത് നല്ല വൃത്തിയായി വരുന്നുണ്ട്. ഇതിന് നല്ല മഴ ഉണ്ട്. നമുക്ക് നമ്മൾ മറ്റു പരിപാടി നോക്കിയാലോ. അപ്പൊ ആ കുറച്ചും കൂടെ ഒന്ന് കാണിച്ചത് ഇങ്ങനെ ആക്കിയിട്ട് നമുക്ക് ഈ ഭാഗത്ത് ക്ലീൻ ചെയ്യണം കേട്ടോ. ഇത് നനീലമ്മ മൂടി വെച്ചില്ലേ, പ്രഷർ വാഷർ ഇതിന് മൂടി വെച്ച കുറെ നേരങ്ങൾ കരട് പിടിച്ചിട്ട്. പക്ഷെ ആ വെയിറ്റ് ചെയ്തോണ്ട് നന്നായിട്ട് ഇപ്പൊ മഴ ചെയ്ത് ഇനി വേഗം അടുത്ത പരിപാടി വെക്കാം. ഇവിടെയൊക്കെ ക്ലീൻ ചെയ്തതാ. അങ്ങനെ മാറ്റുന്ന വരെ നമുക്ക് നിറം വെച്ചിട്ട് ആ സൈഡ് കുറച്ച് നമുക്ക് കഴുകാനുണ്ട്. നമ്മളെ പ്രഷർ വാഷറിന് വയർ എത്തുന്നില്ല. അപ്പൊ എക്സ്റ്റൻഷൻ കോഡ് വെച്ച് അങ്ങോട്ട് വയറാക്കണേന് ഇപ്പൊ നല്ല വൃത്തി വരുന്നില്ലേ. എടാ എന്നാലേ നമുക്ക് ഞാൻ UV ഷീറ്റ് കഴിയാലോ. ഇതുവരെ ഞങ്ങൾ UV ഷീറ്റ് കഴിയത് ഞാൻ കാണിച്ചില്ല, മുകളിൽ കയറിയിട്ട് കാണിക്കാം. വെള്ളം ഓസിൽ അടിച്ചിട്ട് തരും. മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ കഴുകാൻ എളുപ്പമാണ്. രാവിലെ മുതലേ കുറെ ഐഡിയ ആലോചിച്ചതാ. മോപ്പൊക്കെ കൊടുത്തിട്ട് ഇതൊക്കെ കൊടുത്ത് ഞങ്ങൾ നോക്കി, പക്ഷെ സെന്ററിലോട്ട് എത്തുന്നില്ല. അപ്പൊ അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ എടുത്തൊരു ഐഡിയ കാണിച്ചത് കേട്ടോ. ആ ഐഡിയയിലാണ് നമ്മൾ സക്സസ് ആയത്. ഇത് ഓഫാകട്ടെ, ഇത് ഓഫാക്കല്ലേ. അപ്പൊ നല്ല മഴ വന്നിട്ടുണ്ട്. ഇതാണ് ഞങ്ങളുടെ പരിപാടി. നമ്മളിതാ നമ്മളെ എന്താ ഫ്രൂട്ട്സിന്റെ മുകളിലേക്ക് ഇടുന്ന നെറ്റ്, ആ നെറ്റ് നീളത്തിലാക്കിയിട്ട് അപ്പുറം സൈഡിൽ ഇരിക്കുന്നുണ്ട്. കാണിച്ചു ഇതിനെ കാണുന്നുണ്ടോ. അങ്ങനെ രണ്ടാളും UV ഷീറ്റിൽ വെച്ചിട്ട് വലിക്കാൻ. ഇത് തുടങ്ങില്ലേ, നല്ല മഴ ഉണ്ട്. ഇന്നാ വലിച്ചട്ടോ, ഞാൻ കുറച്ച് താഴേക്ക് വെക്കും. വലി ഇതാണ് പരിപാടി. ഇങ്ങനെ വലിക്കുന്ന സമയത്ത് നമുക്ക് വെള്ളം വേണം. ഇതുവരെ കുറച്ച് നമ്മള് പൈപ്പിൽ വെള്ളം ഇങ്ങനെ അടിച്ചു തന്നിട്ടോ നാസർക്ക. ഇപ്പൊ മഴ പെയ്തുകൊണ്ട് ഇനി എളുപ്പമാവും. വലിയടാ.
ഇതിലേ ഇനി കുറച്ച് തെന്നിച്ച് കളിക്കുക. പറ്റാത്ത ഭാഗം ഞങ്ങൾ ഇതുപോലെ ആക്കൂട്ടോ. എടാ കുറച്ചിപ്പുറത്ത് അവിടെ വരി, അവിടെ വരി. എടാ അവിടെ വലിക്ക്. ആ വരി 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 നിക്കട്ടോ. ആ ഓക്കെ, ഇനി ഇപ്പുറത്ത് വിടി. ഇത് നമ്മള് കുറച്ച് കളിച്ച് പിന്നെ ഇതുപോലെ തന്നെ തെന്നിക്കണം കേട്ടോ. ഇങ്ങനെയും ക്ലീൻ ആവും. പകുതി എത്തി, ഇനി അത്രയും ഉണ്ട് ടാസ്ക്. ആ നീ പറയടാ. വലിക്കുക. ആ നിക്കട്ടോ, ഞാൻ കുറച്ച് താഴെ നിൽക്കണം, എന്നാലും വലിയ കിട്ടുള്ളൂ. ഇവിടെ നമ്മൾ എന്തെങ്കിലും കയറ് കെട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ കയറ് പിടിച്ച് വലിക്കുന്നത്. നീ ഇതിനെ വലിക്ക്. ആ നോക്കെ വരി വരി. ഇതുപോലെ കഴിവിനനുസരിച്ച് തെന്നിച്ച് കൊണ്ടുവരട്ടോ. നീക്കി കൊടുങ്ങാതി, അപ്പൊ കറക്റ്റാ. നല്ല കനത്തിലുള്ള മഴയാണെങ്കിൽ പെട്ടെന്ന് പരിപാടി കഴിയും കേട്ടോ. അപ്പൊ മഴ നിന്നപ്പോൾ നമ്മൾ ഇതുപോലത്തെ ഓസ് വെച്ചിട്ട് വെള്ളം അടിച്ചിട്ട് മോട്ടർ വെച്ചിട്ട്, പക്ഷെ സെന്ററിലോട്ട് എത്തുന്നില്ല. അപ്പൊ മഴ വരുന്നവരെ വെയിറ്റ് ചെയ്യണം. ഇനി നാസർക്ക് ഇങ്ങനെ അടിച്ചെന്ന് ഇതിന് ഞാൻ വേഗം വലിച്ചു. അപ്പൊ പകുതിയും കഴിഞ്ഞിട്ട് ഇനി കുറച്ചും കൂടെ ഉള്ളൂ. അപ്പൊ ആ ഗ്യാപ്പ് വരെ നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും നമ്മുടെ പ്രഷർ വാഷ് വെച്ചിട്ട് ഇങ്ങനെ കഴുകുക. നല്ല വൃത്തിയാകുന്നുണ്ട്. അപ്പൊ കുറെ കാലത്തിന് ശേഷമാണ് നമ്മളെ റെയിൻ ഷെൽട്ടർ ഇതുപോലെ ക്ലീൻ ചെയ്യുന്നത്. ശരിക്കും വർഷം യു വി ഷീറ്റ് കഴുകാൻ ഇത്ര പണി വരില്ല. ഞാൻ ആദ്യമൊക്കെ കഴുകി പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നി അങ്ങനെ ഇട്ട് വെച്ചു. അങ്ങനെ വെക്കരുത്. അങ്ങനെ റെയിൻ ഷെൽട്ടറും പോളിയോസ് ഒക്കെ ചെയ്യുന്നവരെ വർഷത്തിൽ രണ്ടാണെങ്കിലും മഴ തുടങ്ങുന്ന സമയത്തും മഴ പോകുന്ന സമയത്തായിട്ടൊക്കെ മഴക്കാലത്ത് വെച്ചാൽ കഴുകാന്, തുടങ്ങുന്ന സമയത്ത് മഴയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. ഏറ്റവും കൂടുതൽ പായൽ പിടിക്കുക മഴക്കാലത്താണ്. മഴക്കാലത്ത് ഇങ്ങനെ വെളിച്ചം വെയിലൊക്കെ വന്നാൽ വേഗം പിടിക്കും. ഇനി മൊത്തം ക്ലീൻ ചെയ്തിട്ട് കാണിച്ചു തരാം. എന്തായാലും ഇതൊക്കെ റെഡിയായി കഴിയുമ്പോഴത്തേക്കും നമ്മളെ റെയിൻ ഷെൽട്ടറിനുള്ളിൽ നല്ല വെളിച്ചം കിട്ടും. ചട്ടിയൊക്കെ നിറച്ചത് നമുക്ക് ഓർഡറിൽ വെക്കാനുണ്ട്. 2 ദിവസം മുന്നേ നമ്മൾ വീഡിയോ കാണിച്ചത് കുറെ ചട്ടി തൈകളൊക്കെ നടുന്നൊക്കെ കാണിച്ചിരുന്നു. അതൊക്കെ ഇനി ഷീറ്റൊക്കെ വിരിച്ച് വൃത്തിക്ക് ഓർഡറിൽ വെക്കണം. എല്ലാം കഴിഞ്ഞിട്ട് പണികളൊക്കെ തീർത്തിട്ട് എന്തായാലും റെയിൻ ഷെൽട്ടർ ഒന്നുകൂടെ ഒന്ന് കാണിച്ചു തരാം. വേഗം തീർക്കട്ടെ. അപ്പൊ ഇതിന്റെ മുകളിലെ കറ ഇളകാനായിട്ട് നമ്മൾ ഇടയ്ക്കിതാ സോപ്പ് പൊടി ഇങ്ങനെ എറിഞ്ഞു കൊടുക്കും കേട്ടോ. ഇതിനെ എറിയുന്നില്ലേ, നമ്മൾ ഈ വല വലിക്കുന്ന ഭാഗം ആദ്യം ഇതുപോലെ കുറച്ച് സോപ്പ് പൊടി എറിഞ്ഞു വെക്കും. ഇതിനെ മോൾക്കണ്ട് എത്രയും ചെല്ലടാ. എറിഞ്ഞോ? ആ ഇനി ഒന്ന് പതപ്പിക്ക്. ഇത് വെച്ചിങ്ങനെ ഇളക്കിയായി പതയും. അപ്പൊ വേഗം കറങ്ങനെ ഇളകി വരും കേട്ടോ. ഇങ്ങോട്ട് കാണിച്ചിട്ടില്ല. ഇങ്ങനെ ആക്കുമ്പോ തന്നെ സോപ്പ് പൊടി ഇടുമ്പോ തന്നെ നമ്മുടെ കുറച്ച് വിട്ടുപോയതുണ്ട്, അങ്ങോട്ടൊക്കെ നല്ല എറിയട്ടെ. ആ ഇത് വെച്ചിങ്ങനെ വലിച്ചാതിടാ. സൈഡ് ഇളക്കിയാല് നല്ല പതഞ്ഞ് കിട്ടും. ആ അങ്ങനെ തന്നെ. പിന്നെ ഒരു ഇതുള്ളത് ഇതുപോലെ മരങ്ങൾ എടുത്ത് പാടില്ല. നമ്മള് മുരിങ്ങ മരം തന്നെ പൊന്തിപ്പോയിട്ട് അവിടെ വെട്ടി. ഇനി ഇത് വെട്ടാനുണ്ട്. ഇതൊക്കെ നമുക്ക് ഇതിലൊക്കെ ഇല വീഴുന്നുണ്ടില്ലേ, കുറെ നമ്മള് അടിച്ചൊഴിവാക്കിട്ടോ. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കേണ്ടത്. മുരിക്ക് വെട്ടാനുണ്ട്. മറന്നുപോയാൽ അതൊക്കെ നമുക്ക് ഇതിന് ഷെയ്ഡായിട്ട് വരും. അതൊക്കെ എപ്പോഴും വൃത്തിയാക്കണം. അല്ലെങ്കിൽ മാക്സിമം നമ്മള് മരങ്ങളൊന്നും ഇതിനടുത്ത് ചെയ്യാൻ പാടില്ല. ഇതിന് മുരിങ്ങ ആയതുകൊണ്ട് നമ്മൾ ഇറക്കി ഇങ്ങനെ വെട്ടുന്നോടൊക്കെ നിർത്തിയതാണ്. അടാ സോപ്പ് പൊടി ഇടുമ്പോ കറക്റ്റ് ഇളകുന്നുണ്ട് കേട്ടോ. ഇതിന് നല്ല എറിഞ്ഞു വെക്കിട്ട് നമുക്ക് വലിക്കാനുള്ള ഭാഗം. എന്നാല് ഇനി വാ. വലിക്കണമെങ്കിൽ ഞാൻ കുറച്ച് താഴെ ഇറങ്ങണം. സോപ്പ് പൊടി നിൽക്കൂല, വഴുക്കല ഭയങ്കര. ഇതിന്റെ മുകളിൽ നമുക്ക് പിടിക്കാനോ കോണി ഒന്നും നിൽക്കൂല, അത്രയും വഴുക്കല. എന്നാ വലിക്കട്ടെ, ഞാൻ കുറച്ച് താഴെ വയ്ക്കൂട്ടോ. വലിച്ചോ.
കുറച്ച് നീ വരട്ടെടാ. ആ മഴ വരുന്നുണ്ടാ. അപ്പൊ നമ്മൾ രാവിലെ തുടങ്ങിയ പണി ഏകദേശം വൈകുന്നേരമായി. ഇപ്പൊ നോക്ക്, നമ്മൾ റെയിൻ ഷെൽട്ടറിന്റെ ഉള്ളിൽ ട്യൂബ് ഇട്ട പോലെ ഉണ്ട്. എന്താ വെളിച്ചം, പറ്റുന്നത്ര നമ്മളെ കൊണ്ട് കഴിയുന്ന പോലെ നമ്മൾ ക്ലീൻ ചെയ്ത്. ഇവിടെ തുടക്കത്തിൽ ഇനി കുറച്ചുണ്ട്, എൻഡിലും അത് കിട്ടുന്നില്ല. എന്നാലും നോക്കി നല്ല വെളിച്ചമായില്ലേ. വൈകുന്നേരം ആയപ്പോൾ ഇതിനുള്ളിൽ ഈ വെളിച്ചമുണ്ട്. അപ്പോൾ നല്ല വെയിലൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല വെളിച്ചമായിരിക്കും. അപ്പൊ എന്നാലേ ഇതൊന്ന് പുറത്തുനിന്ന് കാണിച്ചു കൊടുക്കാം അല്ലേ. എന്താ വെച്ചാൽ വിശക്കുന്നുണ്ട്. രാവിലെ തുടങ്ങി ഫുൾ സോപ്പ് ആദ്യം എല്ലാം മേത്ത്. ഇതിന് ആ സൈഡിൽ ഞങ്ങൾ കൈ കൊണ്ട് ലാസ്റ്റ് എത്തിയപ്പോൾ മഴ നിന്ന്. അപ്പൊ ഇതിന് അവിടെ കുറച്ച് വെള്ളം അടിച്ച് അവിടെ കൂടെ ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടുന്ന് നോക്കിയാൽ കാണാം നമ്മൾ റെയിൻ ഷെൽട്ടറിൽ വന്ന മാറ്റമൊക്കെ കേട്ടോ. ആദ്യം കുറെ കറ പിടിച്ചിരുന്നു, ഇപ്പം കുറെ വൃത്തിയായിട്ടുണ്ട്. ഇനി കുറച്ച് ഷെയ്ഡ് നെറ്റ് ഒക്കെ ഇങ്ങനെ അഴിഞ്ഞു വന്നിട്ടുണ്ട്. അതൊക്കെ ഒന്ന് വലിച്ചു കെട്ടി നമ്മുടെ ഡോർ ഒന്ന് മാറ്റണം. ഡോറിന്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ഹോളൊക്കെ ഉണ്ട്, അത് നമ്മൾ പുതിയ ഷെയ്ഡ് നെറ്റ് ഒക്കെ കെട്ടി ഒന്ന് സെറ്റ് ആക്കും. എന്നിട്ട് അതിൽ പച്ചക്കറി തൈകളൊക്കെ ഒന്ന് ഓർഡറിൽ വെക്കാനൊക്കെ ഉണ്ട്. അതൊക്കെ നാളെ നടക്കുള്ളൂ. അപ്പൊ ഇന്നത്തെ പണി ഇവിടെ നിർത്തുകയാണ്. എന്നാലും കണ്ടില്ലേ, നമ്മൾ കുറച്ച് മെനക്കെട്ടാലും രാവിലെ മുതൽ വൈകുന്നേരം വരെ മെനക്കെട്ടാലും ഇത്രത്തോളം നമ്മൾ റെയിൻ ഷെൽട്ടർ വൃത്തിയാക്കാൻ കഴിഞ്ഞു. അപ്പൊ റെയിൻ ഷെൽട്ടറും പോളിയോസ് ഉള്ളവരൊക്കെ ഇടയ്ക്ക് ഇതുപോലെ ക്ലീൻ ചെയ്താൽ കുറെ കാലം ഇങ്ങനെ ക്ലീൻ ചെയ്ത് ഇട്ടാൽ ഇത്രത്തോളം നല്ല പണി വരും. ഞാൻ പറയുന്നത് വർഷത്തിൽ 2 തവണയൊക്കെ ചെയ്യുകയാണെങ്കിൽ എപ്പോഴും ഇത്രയും പണിയില്ലാതെ ഇത് വൃത്തിയിൽ കൊണ്ടു നടക്കാം. അപ്പൊ നമ്മൾ എന്തായാലും ഇത് മാറ്റുന്ന വരെ നമുക്ക് എന്ത് ചെയ്യാം, അടിപൊളിയായിട്ട് നമ്മൾ റെയിൻ ഷെൽട്ടറിനെ ഉപയോഗിക്കാം.